തൃപ്പൂണിത്തുറ നഗരസഭാ കൗൺസിലർ രാധിക വർമ്മ കൂടി ഒപ്പം ചെയ്യുന്നത്. ശ്രീമതി രാധിക വർമ്മ ഇന്നൊരു പക്ഷേ ആ നഗരസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയിൽ എല്ലാവർക്കും സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത് അങ്ങാണ്. എങ്ങനെയാണ് തൃപ്പൂണിത്തുറയിൽ നോക്കൂ, കോൺഗ്രസ് ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന ഒരിടമാണ്. ഇപ്പോൾ കോൺഗ്രസ് അവിടെ മൂന്നാമതേക്ക് പോയി. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. എങ്ങനെ സാധ്യമായി ഈ മുന്നേറ്റം? നമസ്കാരം. തീർച്ചയായും കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ BJP ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെയാണ്. BJP അഴിമതി കെടുകാര്യസ്ഥത അങ്ങനെ എല്ലാം തുറന്നു കാണിച്ചു. അതിൻ്റെ ഫലമായി തന്നെയാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി നമുക്കിന്ന് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് സംഘടനാ സംവിധാനം. വളരെ ശക്തമായ സംഘടനാ സംവിധാനം നമ്മളിൽ ഉണ്ടായിരുന്നു. BJP പറഞ്ഞതിൻ്റെ അനുസരിച്ച് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ എല്ലാ ശാസനകളും അല്ലെങ്കിൽ എല്ലാ വാക്കുകളും നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മളത് കാണിച്ചു കൊടുത്തു. അതായത് ജനസമ്പർക്കം, ഒരേ മനസ്സോടുകൂടി എല്ലാവരും പ്രവർത്തിക്കുക, എല്ലാം വളരെ കൃത്യമായ രീതിയിൽ തന്നെ ആ സംഘടനാ സംവിധാനം ചെയ്തത് മൂലം തീർച്ചയായും അതിൻ്റെ ഫലം നമുക്കിന്ന് എടുത്തു കാണിക്കാൻ സാധിച്ചു.